ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ എഴുന്നേറ്റ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. ഒരു ചെറുതായിട്ടൊരു കട്ടൻ കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് സൈക്കിൾ ഓട്ടാൻ പോകാനുള്ളൊരു മൂഡുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് നമുക്ക് സൈക്കിൾ ഓട്ടാൻ പോകാമെന്ന്. അപ്പോൾ അവൾക്കാണെങ്കിൽ എന്താ പറയുക, 2 ചക്രത്തിൽ സൈക്കിൾ ഓട്ടണം. എന്നിട്ട് അവളുടെ സൈക്കിളിൻ്റെ 2 സൈഡിലുള്ള ആ വീലെടുത്ത് മാറ്റി അത് മാറ്റി കൊണ്ടുവന്ന് ആക്ച്വലി എന്ന് വെച്ചാൽ അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള സൈക്കിളാണ് ഇപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവൾ അവിടെ ആയിരിക്കും എറണാകുളത്തായിരിക്കുമ്പോൾ ഈഷയുടെ സൈക്കിൾ കുഞ്ഞു സൈക്കിളാണ്. അപ്പോൾ അതിൽ ചവിട്ടിയിട്ട് അവൾക്ക് ആ പാകത്തിലുള്ള സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ആവശ്യമില്ലാണ്ട് നമ്മളത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓൾറെഡി ഉണ്ടായിരുന്നത് കൊടുത്തിട്ടാണ് നമ്മൾ പുതിയ സൈക്കിൾ വാങ്ങിച്ചത്. അപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ സ്കേറ്റിംഗ് ഷൂ എടുത്തോളാം, അമ്മ ഇതെടുക്കും. സ്കേറ്റിംഗ് ഷൂ എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലത്തും കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും ഞാൻ ചെന്ന് പിടിക്കണം. അപ്പോൾ അത് അവൾക്ക് എല്ലാ സ്ഥലവും അവൾ മാനേജ് ചെയ്യാറായിട്ടില്ല. എന്നാൽ റിങ്ങിനകത്തൊക്കെ ഓടിക്കുകയും ചെയ്യും. എന്ത് അപ്പോൾ അവൾക്ക് പലതിനും എൻ്റെ സഹായം ആവശ്യം വരും. അപ്പോൾ എൻ്റെ സൈക്ലിംഗ് മര്യാദയ്ക്ക് നടക്കില്ല. സൈക്ലിംഗ് വലിയ കാര്യമായിട്ട് ചവിട്ടാന്നല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയിട്ടും കളിക്കാൻ കുട്ടികളെ ഒന്നും കാണാനില്ല കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബഹളമാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ തുറന്നേ പിന്നെ കുട്ടികൾ അങ്ങനെ വലിയ കാര്യമായിട്ട് വരുന്നുണ്ട്, കുറച്ച് കഴിയും. എനിക്ക് തോന്നുന്നു ഒക്കെ പഠിപ്പ് കാരണം ഇന്നലെയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ. പിന്നെ ഇന്നലെ എല്ലാവരും വീക്കെൻഡ് ആയതുകൊണ്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് റോസ് മോൾ കയറി വന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെയാവും ബാക്കിയുള്ളവരും പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് കാരണം എല്ലാവരും ലേറ്റായിട്ട് വരിക. പിന്നെ രാവിലെ ഇത്തിരി സ്ലോ ആണ് കേട്ടോ, എല്ലാവരും പൊതുവെ ഇത്തിരി സ്ലോ ആണ്. അതൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ആവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, സൈക്കിൾ ഓട്ടാൻ പോയി തണുത്തിട്ടിരിക്കില്ല, അത് വേറെ കാര്യം. എങ്കിലും വെറുതെ ഒന്ന് കറങ്ങാൻ പോകണം എന്നുള്ളൊരു മൂഡായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാന്ന്. ഇതാണ് കേട്ടോ താഴെ കാണുന്നത്, ആ ബ്ലൂ കളർ കാണുന്നതുണ്ടോ, അവിടെ അത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇവരുടെ ഇതുള്ളത്, എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ വരുന്നുണ്ട്, ഈ കാണുന്നതും ഒരു പാർക്കാണ്. അപ്പോൾ വാവ അവിടെ നിന്നാണ് ബസ് കയറി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അവൾ ബസ് കയറി പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാനൊന്നും സത്യം പറഞ്ഞാൽ ഒരു മൂടില്ല. ദോശയും സാമ്പാർ, ഇവർക്ക് ദോശയും സാമ്പാറൊക്കെ നല്ല ഇഷ്ടമാണ്. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഇഡ്ഡലിയും സാമ്പാറിനോടാണ് ഇഷ്ടം. രണ്ടും ഉണ്ടാക്കാനുള്ള മടിയുണ്ട്. പിന്നെ പൊതുവെ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു തോന്നലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ, കേരളത്തിൽ നല്ല മഴയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് ഇന്ന് ഞാൻ ന്യൂസൊന്നും കണ്ടിട്ടില്ല. എഴുന്നേറ്റപ്പോൾ തന്നെ 9 മണിയായി. പിന്നെ ഞാൻ ന്യൂസൊന്നും കണ്ടില്ല. എഴുന്നേറ്റ് പതിവ് പോലെയുള്ള നമ്മളുടെ ബേസിക് മേക്കപ്പ്, ഇവിടെ വന്നപ്പോൾ ബേസിക് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളുടെ മോയ്സ്ചറൈസർ ഭയങ്കര നിർബന്ധമായതുകൊണ്ട് എന്താ പറയുക, അതെന്തായാലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുവന്ന് ഇവിടെ ഇരിപ്പാണ്. പോവാം എന്നുള്ള പ്ലാനിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം.